ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീ
പതയേ ഗോപികാ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്കിതാ ഈ കർക്കിടകത്തിലെ രാമായണ പാരായണം അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 4-5 ദിവസങ്ങളേയും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കിത് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതുവരെയും യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട്, ഒരു മുടക്കമൊന്നും വരാണ്ട് ഇവിടെ വന്ന് ഈ പാരായണത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത് തന്നെ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈശ്വര കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിട്ട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടു കൂടി കൊതിയോട് കൂടിയിട്ട് നമ്മളതൊരു സമർപ്പണം പോലെ, ഇപ്പോൾ നമ്മൾ ഒരു വ്രതം എടുക്കുക എന്ന് വിചാരിക്കുക, ഷഷ്ടി വ്രതം എടുക്കുക അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം എടുക്കുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പറയും ഇത്ര ശനിയാഴ്ച വ്രതം എടുക്കണം എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ ആ വ്രതം എങ്ങനെയാണോ നമ്മൾ എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ വന്നാലും യാതൊരു തടസ്സങ്ങളും കൂടാതെ കണ്ട് ആ വ്രതത്തിനെ, അതായത് ഇപ്പോൾ പുലവാലായ്മ പോലെയുള്ള വിഷമങ്ങളല്ലാതെ കണ്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മളാൽ മാറ്റിവെക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആ വ്രതം നമ്മൾ വേണ്ടതുപോലെ പൂർണ്ണമാക്കി അനുഷ്ഠിക്കും. കാരണം എന്താ, നമ്മൾ ആ വ്രതം എടുത്തിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇന്ന വ്രതം. അപ്പോൾ ആ കാര്യം നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനൊരു ലക്ഷ്യം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വ്രതത്തിനെ പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അതുപോലെ ഒരു യജ്ഞം പോലെ നമ്മൾ ഈ ഒരു പാരായണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഭഗവാനെ ഞാനിതാ തുടങ്ങി വയ്ക്കുകയാണ്, ഇത് പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുന്നത്, എന്ത് തന്നെ തടസ്സങ്ങളുണ്ടായാലും ഞാനിത് പൂർത്തീകരിക്കുമെന്ന്. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ഒരു ലക്ഷ്യമൊന്നുമില്ല. നമുക്കത് രാമായണം കർക്കിടക മാസമാണ്, രാമായണം വായിക്കണം, അവിടെ വായിക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാരല്ലേ, ഒരു ദിവസമല്ലേ പോവാം, അങ്ങനെ. കാരണം നമ്മളതിൻ്റെ ഒരു മഹത്വം ഇപ്പോഴും തിരിച്ചറിയണില്ല. അതുകൊണ്ടാണ് ആ മഹത്വത്തിനെ തിരിച്ചറിയാൻ സാധിക്കണില്ല നമുക്ക്. ശരിക്കും അത്രയും നമ്മൾ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് പരമമായ ലക്ഷ്യം എന്ന്. ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരാണ്. നമ്മുടെ എന്ത് തന്നെ ഈ ശരീരം കൊണ്ട് വരുന്ന കർമ്മപ്രാരാബ്ധങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് നമുക്ക് ലഭിക്കണം എന്നുള്ള ആ കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ആ കരുത്ത് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ വേണം. അപ്പോൾ നമ്മളൊരു ശനിയാഴ്ച വ്രതം എടുക്കണേക്കാളും ഒരു ഷഷ്ടി വ്രതം എടുക്കണേക്കാളും ഒക്കെ കൂടുതൽ മഹത്വം. കാരണം അതൊക്കെ ലൗകികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ നമ്മൾ മുൻനിർത്തിയിട്ട് അടുക്കുണ്ടാവുക. ഇത് ലൗകികമായിട്ടുള്ളത്, ഇത് ഭഗവാനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അത്രയും നിഷ്ഠയോട് കൂടിയിട്ട് തന്നെ ഇതിനെ സമീപിക്കണം. അതിനെ ഇടയിലിടയിൽ എങ്ങനെ വിട്ടു പോകണുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ ആ ഒരു യജ്ഞഭാവത്തിൽ, സമർപ്പണ ഭാവത്തിൽ ഇതിന് യാതൊരു തടസ്സവും വരാതെ കണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് എത്തിച്ചേരണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഹരേ ഗുരുവായൂരപ്പ, ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഭഗവാൻ സഫലീകരിക്കും തീർച്ചയായിട്ടും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വേണം, എന്തെങ്കിലും ഒരു ജോലി വേണം, എന്തെങ്കിലും കാരണങ്ങൾ വേണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് പക്ഷെ സഫലമായിന്ന് വരില്ല. കാരണം എന്താ, അതിൻ്റെ കാലവും സമയവും ഒക്കെ ഒത്തുവരണം, അത് നമുക്ക് അനുഭവയോഗ്യമുള്ളതാവണം. പക്ഷെ അതുപോലെയല്ല ഈശ്വര കാര്യങ്ങൾ. ഈശ്വര കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ
അത് ഭഗവാനും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ ജീവനെ തന്നോട് കൂടി ചേർക്കാനുള്ളൊരു വ്യഗ്രതയാണ്. ആ ഭഗവാൻ തന്നെയാണ് പല 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 ഭാവങ്ങളിലായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അത് ഒന്നായിട്ട് ചേരാനുള്ളൊരു പ്രവണത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളും പ്രയത്നിക്കുമ്പോൾ എന്തുണ്ടാവും, അപ്പോഴാണ് ആ ഭഗവാന്റെ കാരുണ്യവും ആ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ നമുക്ക് കൂടുതൽ വന്നു ചേരുന്നത്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല എന്നല്ല. ഇതിനാണ് പരമമായ ലക്ഷ്യം ഇവിടെ തന്നെ കാണണം. കാരണം ഒരു മനുഷ്യജന്മം സഫലമാക്കേണ്ടതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനുള്ള യാത്രകളിലൂടെയാണ് നമ്മൾ. അപ്പം അതിനു വേണ്ടി കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കാണ്ടിരിക്കണം. ഇവിടെ ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണ്. ആഗസ്റ്റ് 15 മുടക്ക്. അപ്പം എന്നോട് പറഞ്ഞു, രാമായണമൊക്കെ ഇത്ര ദിവസം പോയി വായിച്ചില്ലേ, അപ്പോൾ വ്യാഴാഴ്ച തൊട്ടിട്ട് അവരോട് പറയുക, നാളെ തൊട്ടിട്ട് ഞാൻ വരില്ല, നിങ്ങൾ വായിച്ചോളേൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗുരുവായൂർ പോകാം. ഗുരുവായൂർ പോകാൻ വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഗുരുവായൂർക്ക് പോകാൻ ആർക്കും ഇഷ്ടമില്ലാത്ത. അപ്പോൾ പറഞ്ഞു വ്യാഴാഴ്ച തന്നെ ഗുരുവായൂർ പോയിട്ട് 2 ദിവസം അവിടെ താമസിക്കാം. അപ്പോൾ വിവാഹം 17-ാം തീയതി ഞായറാഴ്ചയാണ്, തലേന്ന് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഒന്നും നമുക്ക് സമർപ്പിക്കാനായിട്ട് ഒന്നുമില്ല, ബാഹ്യമായ ഒന്നുമില്ല. ധനമായാലും മറ്റുള്ള കാര്യങ്ങളായാലും എന്തായാലും അത് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ സമർപ്പണമൊന്നുമല്ല അല്ലേ. നമ്മൾ എന്തുകൊണ്ടെന്നിട്ട് അങ്ങോട്ട് വന്നേക്കണേ? ജനിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവനവന് ധരിക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല അല്ലേ. ബാക്കിയൊക്കെ വന്നു ചേർന്ന സാധനങ്ങളാണ്. ഒന്നും ഉണ്ടായില്ല നമ്മുടെ കയ്യിൽ. പിന്നെ ഇവിടെയുള്ളതൊക്കെ എൻ്റെയാന്നും പറഞ്ഞ് കൊടുക്കണേ അഭിമാനത്തോടു കൂടി ഞാൻ അത്ര ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, എൻ്റെ വക എന്നൊക്കെ എഴുതി വയ്ക്കാൻ എത്ര മൂഢാത്തര നമ്മൾ ചെയ്യാനെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഒന്നും ചെയ്യാനില്ല. അപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഈശ്വരന് സേവ ചെയ്യാൻ പറ്റും. ആ സേവ ചെയ്യണത് ഈ കരചരണങ്ങളെ കൊണ്ടൊക്കെ സേവ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈശ്വരന് ചെയ്യണ ഏറ്റവും വലിയ സേവ എന്ന് വെച്ചാൽ ഈശ്വരനിൽ നിന്ന് വന്നതിനെ ഈശ്വരനിലേക്ക് തന്നെ എത്താനായിട്ട് നമ്മളും കൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇത് അമ്പലത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശരി കേട്ടോ, ഞാൻ നാളെ തൊട്ട് വലിയ 2 കുറച്ച് ഇത്ര എത്തിയില്ലോ, ഇനി നിങ്ങൾ വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ രാമായണം വായിക്കാൻ അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. വായിച്ച് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ആർക്കായാലും സാധിക്കും. പക്ഷേ അതിനെ ഇട്ടിട്ട് പോകാനായിട്ട് ഒരു അത് ബാക്കി എന്തിനെ ഉപേക്ഷിച്ചാൽ ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് എനിക്ക് ഭഗവാൻ തന്ന അവസരമാണ്, ഈ ഒരു അവസരം ഇവിടെ സമർപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ പൊക്കോളൂ, എനിക്ക് വിരോധമില്ല. ഞാനിത് കഴിഞ്ഞ് 16-ാം തീയതി സമർപ്പിക്കാണ്ട് ഞാനിവിടുന്ന് വരാൻ ഭഗവാൻ അനുവദിച്ചാൽ ഇത് സമർപ്പിച്ചിട്ടല്ലാണ്ട് എനിക്ക് മാറാൻ സാധിക്കില്ല. എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാനിതിൽ നിന്ന് വിട്ടു നിൽക്കില്ല. പറ്റില്ലാത്തത് കൊണ്ടാണ്. ഭഗവാന് അത്രയും കൊതിച്ചിട്ട് അത്രയും പ്രാർത്ഥിച്ചിട്ട് അത്രയും കാരുണ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാരുണ്യം ചൊരിഞ്ഞു തരുമ്പോൾ നമ്മളായിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്തുക എന്ന് വിചാരിച്ചാൽ ആ ഭഗവാന്റെ കാരുണ്യം തട്ടിക്കളയണതിന് തന്നെ തുല്യമല്ലേ. അപ്പോൾ ജീവിതത്തിൽ അതിങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. വിവാഹങ്ങളുണ്ടാവും, ആഘോഷങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലൊക്കെ എപ്പോഴും ആശ്രയിക്കേണ്ടത് ഈശ്വരനെയാണ്. പലരും ചോദിക്കും, പുലവാലായ്മയൊക്കെ ഉള്ള സമയത്ത് രാമായണം ഒക്കെ വായിക്കാൻ പാടുമോ? ഇപ്പോൾ രാമായണമാണല്ലോ കർക്കിടക മാസത്തിലെ, ഇതൊക്കെ പുരാണം, രാമായണം, ഇതൊക്കെ ഭാഗവതമൊക്കെ വായിക്കാൻ പാടുമെന്ന്. ഒരു വീട്ടിൽ പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴാണ് അത് ഇല്ലാണ്ടായിപ്പോയത്, പണ്ട് കാലത്ത് ഒരു വീട്ടിൽ ഒരു ശരീരം വെടിഞ്ഞിട്ടൊരു ജീവൻ പോയി കഴിഞ്ഞാൽ ആ ഗൃഹത്തിലിരുന്ന് ആദ്യം വിളക്ക് കൊളുത്തി വെച്ച് രാമായണം വായിക്കുകയാണ്. ആ ശരീരത്തിന് ഇന്നത്തെ പോലെ
2 ദിവസമൊന്നും കാത്തു കെട്ടി കിടക്കില്ല, അവിടെ വയ്ക്കില്ല. ഇത്ര സമയത്തിനുള്ളിൽ ആ ശരീരം എടുത്തോളണം എന്നാണ് അതിൻ്റെ ഒരു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ അവിടെ ഇരുന്ന് രാമായണം വായിക്കും. ആ രാമായണ പാരായണം ആണ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുകൂടാതെ കണ്ട് ആ ഗൃഹത്തിൽ കെടാവിളക്ക് കത്തിക്കും. എല്ലാവരും കെടാണ്ട് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കും. എന്നും ഒരു നേരം വിളക്ക് കൊളുത്തുന്ന ഗൃഹങ്ങളായാലും ശരി, 2 നേരവും വൈകുന്നേരം ആ വീടിൻ്റെ ഉമ്മറത്ത് വിളക്ക് കൊളുത്തി വയ്ക്കും. അവിടെ അതൊന്നും ഒരു മുടക്കം വരാൻ പാടില്ല. കാരണം ആ അസ്തമിച്ചു പോകുന്ന ഭഗവാൻ ആ സൂര്യന് വേണ്ടിയിട്ട്, സൂര്യനോട് വേണ്ടിയിട്ടാണ് ആ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വയ്ക്കണം. ആ ദിവസങ്ങളിൽ അത് ചെയ്തോളണം എന്ന് ഉറപ്പാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ ദിവസങ്ങളിൽ നമ്മളിത് ചെയ്തോളണം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവിടെ എപ്പോഴും ഈശ്വരനാമം ജപിക്കണം, പുരാണങ്ങളൊക്കെ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. കാരണം മറ്റുള്ളതിനേക്കാളും കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് ആ സമയത്തൊക്കെ അത് ചെയ്യേണ്ട കർമ്മങ്ങളാണ്. ചിലവരൊക്കെ നമ്മളൊക്കെ ഒരു കൊല്ലത്തേക്ക് ഓരോന്നൊക്കെ ഉപേക്ഷിക്കല്ലേ, 1 കൊല്ലം വരെ ആ വീട്ടിലേക്ക് പോവില്ല, അമ്പലത്തിലേക്ക് പോവില്ല, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കില്ല. അങ്ങനെയല്ല, ചില ആ ഗൃഹങ്ങളിലൊക്കെ 1 വർഷത്തേക്ക് അവിടെ നിത്യമായിട്ട് പുരാണ പാരായണങ്ങളും നാമജപം 1 വർഷത്തേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയിട്ട് ആൾക്കാർക്ക് ഭയമാണ്, അത് ചെയ്ത അപകടം. ബാക്കി ഒന്നിനും പേടിയില്ല, ഒരു കാര്യത്തിനും പേടിയില്ല. ഈശ്വരനാമം ജപിക്കണതിന് മാത്രമേ പേടിയുള്ളൂ. അപ്പോൾ ഒരാളെ കത്തിയെടുത്ത് കുത്താൻ വരെ ആൾക്കാർക്ക് ഇപ്പോൾ പേടിയില്ല. പക്ഷേ നാമം ജപിക്കാതെ അയ്യോ അതുകൊണ്ട് വല്ല അപകടം ഉണ്ടാവുമോ? കത്തിയെടുത്ത് കുത്തണോണ്ട് ഉണ്ടാവുന്ന അപകടമൊന്നും നാമം ജപിക്കണോണ്ട് ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പം എപ്പോഴും ഭയമാണ്, ജപിച്ചാൽ ദോഷം വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ആരും ചെയ്യണില്ല. ശരിക്കും ഏതൊരു സമയത്തും അല്ലേ, ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം എന്നുള്ള ഈ ഒരു അവസ്ഥ തന്നെ വന്നു പെടാനായിട്ട് കാരണം കർക്കിടക മാസത്തിലെ ആ തോരാതെ പെയ്യുന്ന മഴ, ആ മഴയത്ത് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരിക്കണവരായിരുന്നു നമ്മളെല്ലാവരും കർഷകരായിട്ട്. അപ്പോൾ ആ കൃഷിയൊന്നും നടക്കില്ല, എവിടെയും പോകാൻ പറ്റില്ല, രോഗങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ വന്ന് പെടുന്ന സമയം ഇതൊക്കെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈശ്വരോപാസനയെക്കാളും വലിയ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കർക്കിടക മാസത്തിന് ഈശ്വരോപാസനയ്ക്ക് ഇത്രയ്ക്കും അധികം പ്രാധാന്യം വന്നത്. ഋഷീശ്വരന്മാർ ഓരോ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ടെങ്കിൽ രാമായണം വായിക്കാൻ പാടില്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കി വെക്കേണ്ട കാര്യം, വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കി വെക്കണേ. ഉത്തരരാമായണം വായിക്കാൻ പാടുമോ? ഉത്തരരാമായണം വായിക്കേണ്ടതല്ല വെച്ചാൽ ഉത്തരരാമായണം അതിൽ എഴുതി വെക്കില്ലായിരുന്നു. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ തന്നെയാണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ഗ്രന്ഥങ്ങളും, എല്ലാ വേദങ്ങളും, എല്ലാ ശാസ്ത്രങ്ങളും ഒന്നും പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കായിട്ടതാ ഇതുപോലെയുള്ള രാമായണം, അതുപോലെ കിളിപ്പാട്ട്, ഭാഗവതം, ഇതൊക്കെ ഈ കിളിപ്പാട്ട് രൂപത്തിൽ തന്നെയാണ് ഭാഗവതം ഉണ്ട്, അതുമുണ്ട്. അതൊക്കെ വീട്ടിലിരുന്ന് പാരായണം ചെയ്യാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് മൂലം ഭാഗവതം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് മലയാളത്തിലാക്കി തന്നിരിക്കുന്നു. ആ മലയാളം ധാരാളം കേട്ട് കഴിഞ്ഞാലും നമുക്കത് നോക്കി വായിക്കാൻ പറ്റും. നമ്മളുടെ കാലങ്ങൾക്കനുസരിച്ച് വരുന്ന ആ മാറ്റങ്ങളെയൊക്കെ ഈശ്വര പൂജയ്ക്ക് അനുയോജ്യമാക്കി തീർക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ കണ്ട് നേരം കളയണ നേരം ആ യൂട്യൂബ് തന്നെ തുറന്നു നോക്കിയാൽ കാണാൻ എത്രയോ ഭാഗവത സത്രങ്ങൾ നടക്കണു. അതിൻ്റെ കൂടെ ആ ഭാഗവതം ഇപ്പോൾ നമുക്ക് എവിടെയും പോകാൻ നേരമില്ല, ശരി വേണ്ട, നമുക്ക് നേരമുള്ളപ്പോൾ ഓൺ ചെയ്താൽ അതവിടെ കേൾക്കുന്നുണ്ടാവും. അത് എടുത്തു വച്ച് അത് നിഷ്ഠ പോലെ ഓരോ ദിവസത്തെ ആ മാഹാത്മ്യ പാരായണം മുതൽ ഇത് കേട്ട് അത് നമുക്ക് നിത്യമായിട്ട് ഉപാസന പോലെ ചെയ്യാൻ വേണമെങ്കിൽ ഓരോ ദിവസത്തെ പാരായണവും നമ്മളുടെ സൗകര്യത്തിന് കേട്ട് നമുക്ക് അതിനോടുകൂടി ജപിച്ച് സമർപ്പിക്കാം. അത് മനസ്സിലാവാത്തതിന് പ്രഭാഷണങ്ങൾ ധാരാളം അതിൻ്റെ ഇടയിലുണ്ട്, അതൊക്കെ കേട്ട് നമുക്ക് നിത്യോപാസന ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വരുന്ന സുഖസൗകര്യങ്ങളെ മുഴുവനും ആ ഈശ്വരൻ്റെ ഈശ്വര സാക്ഷാത്കാരത്തിന്, ആത്മാനന്ദത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ഇത് കേട്ടിട്ട് ധാരാളം പേര്
ഇത് കേൾക്കണവർ ധാരാളം പേരുണ്ട് കേട്ടോ, കേൾക്കണവർ ധാരാളം പേരുണ്ടിട്ട് കേട്ട് കേട്ട് പറയും അവർ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയായില്ല, ഇവരിത് പറഞ്ഞാൽ അത്ര ശരിയല്ല, ഇത് ഇങ്ങനെയല്ല മറ്റേ ആൾ പറഞ്ഞ്. ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് കേൾക്കേണ്ടത്. അത് ഓരോന്നും കേൾക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക. ഈ പറഞ്ഞതെല്ലാം എന്നെക്കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, എൻ്റെ ഉള്ളിലെ അവസ്ഥയല്ലേ, ഇതിൽ നിന്ന് തരണം ചെയ്യാനുള്ള വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് സ്വയം പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും. അപ്പോൾ ആ പരിവർത്തനം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്തുണ്ടാവണം? ആ അർപ്പണം, സമർപ്പണം, ഒരു സേവ പോലെ. എനിക്കിതാ ഇത് ഈശ്വരൻ എനിക്ക് തന്ന അവസരമാണ്, ഈ അവസരത്തെ ഞാൻ തട്ടിക്കളയാൻ പാടില്ല. ഇതിന് കാരണം നമ്മളുടെ എന്തൊക്കെയോ കർമ്മപ്രാരാബ്ധങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ തരുന്ന കാരുണ്യാണ്. അതിനെ വിട്ടിട്ട് വേറെ ഒന്നിൻ്റെ പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ അതുമില്ല ഇതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അല്ലെ, പകുതി വരെ വെള്ളം കോരി 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 കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ കൈ എത്തിച്ചാൽ ഇങ്ങോട്ട് എടുക്കാം എന്നുള്ള നിലയ്ക്ക് കൈ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ വെള്ളത്തിൻ്റെ ഇത് ആദ്യം അടിയിലേക്ക് പോലെ, പിന്നെ ആദ്യം വലിച്ചു കോരണം. വലിച്ചു കോരി ഇങ്ങനെ പിടിക്കാറാകുമ്പോഴേക്കും അത് ആദ്യം വിട്ടു എന്ന് വിചാരിച്ചാൽ അതുപോലെ അപ്പം നമ്മൾ ചെയ്യണത്. നമ്മൾ ഇങ്ങനെ എത്താൻ സമ്മതിക്കണില്ല, പിന്നെ അത് ആദ്യം തൊട്ടിട്ട് ആദ്യം തുടങ്ങണം. അപ്പോൾ ഇത് ഒക്കെ ഈശ്വരോപാസനകളൊക്കെ നിത്യമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ പറയണ പോലെ ധാര പോലെ അതിനെ ഉപാസിക്കേണ്ടതാണ്. അതിനെല്ലാവർക്കും സാധിക്കും. സാധിക്കാത്തവരെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിരുത്തില്ല, സാധിക്കാത്തവരെ ഇവിടെ കൊണ്ടുവന്നിരുത്തില്ല. കാര്യം നമ്മളിപ്പോൾ ഇവിടെ വരാറുള്ള ആ അമ്മ അല്ലേ, അത് നോക്കൂ, അതിൻ്റെ ആ ഒരു കർമ്മപ്രാരാബ്ധങ്ങൾ തീർക്കുക. ചിലപ്പോൾ ഈ കാലിൻ്റെ ആ വയ്യായ കാല് ഒടിഞ്ഞു പോകാനുള്ള നിസ്സാരൊരു വീഴ്ച മതി നമുക്ക് കാലൊടിയാൻ. പക്ഷെ അതില്ലാണ്ട് അതിനെ രക്ഷിച്ചത് ഭഗവാനാണ്. അത് വച്ചിട്ടും അതിവിടെ വരാനിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഉപേക്ഷ വിചാരിക്കാണ്ട് വന്നുകൊണ്ടിരുന്ന ആ അമ്മ. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളതുണ്ടെങ്കിലും എന്നും ഇവിടെ വരുമ്പോൾ ആദ്യം ഓർമ്മിക്കുക അവരെയാണ്. അപ്പം നമ്മൾ അവരെ മനസ്സുകൊണ്ട് ഇവിടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ അവരും അവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കും, എനിക്ക് ആ ഭാഗവത സപ്താഹം അവിടെ രാമായണം കേൾക്കേണ്ട, അങ്ങോട്ട് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് അവിടെ ഇരിക്കണമെങ്കിൽ അത് മതി. പണ്ട് ഒരു കഥ പറയും, 2 ചങ്ങാതിമാർ കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ദിക്കിൽ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, ഒരു ദിക്കിൽ 2 അമ്പലങ്ങളിലാണ് കേട്ടോ ഭാഗവത പ്രഭാഷണം നടക്കുന്നുണ്ട്. സന്ധ്യാനേരത്തെ ഹരികഥ എന്ന് പറയുക പണ്ട് കാലത്ത്. ഒരു ദിക്കിൽ നാടകവും നടക്കുന്നുണ്ട്. അത് സാധാരണയായിട്ട് പണ്ട് കാലത്തൊക്കെ ധാരാളം നാടകങ്ങളൊക്കെ ഇങ്ങനെ തെരുവ് നാടകങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് നാടകങ്ങളൊക്കെ നടത്തും. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഭാഗവത പ്രവചനം നടക്കുന്നുണ്ട്. 2 പേരും പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഭാഗവത പ്രവചനം കേൾക്കാൻ പോവാം, അതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, അതെന്തെന്ന് അത്ര കേൾക്കാറില്ലേ, നമുക്ക് നാടകം കാണാൻ പോവാം, അത് നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാനില്ല നാടകം കേൾക്കാൻ, ഞാൻ ഭാഗവതം കേൾക്കാനാണ് പോണേ. എന്നിട്ട് ഒരാൾ ഭാഗവതം കേൾക്കാൻ പോയി, ഒരാൾ നാടകം കേൾക്കാനും പോയി. ഈ ഭാഗവതം കേൾക്കാനായിട്ട് അവിടെ ചെന്നിരുന്ന ആൾ, അപ്പം ഈ നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു വസ്തു തീരെ ഇല്ലല്ലോ. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ആവണം എന്നുള്ളതല്ലേ, ക്ഷമയില്ല. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയ ആ ഭാഗവത ആദ്യം തന്നെ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയായി പറയണേവോ, ഇതൊന്നും മനസ്സിലാവണമില്ല, ഒന്നുമില്ല, ഇവിടെ വരണ്ടായിരുന്നില്ല, നാടകം കേൾക്കാൻ പോയി നല്ലതായിരുന്നു, ആ നാടകത്തിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്നൊക്കെ കേട്ടു. അതിൻ്റെ ആ ചിത്രമൊക്കെ ആലോചിച്ച് അയാളത് അവിടെ ഇരുന്നു. അത് കഴിയണവരെ വെറുതെ സമയം കളഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് കഥകളൊക്കെ പറഞ്ഞതൊന്നും ഇയാൾ കേട്ടില്ല. എന്താ, ഇയാൾ മനോരാജ്യത്തിലായിരുന്നു, അയാൾ നാടകത്തിൻ്റെ മുമ്പിലായിരുന്നു. അതേസമയം നാടകമാണെങ്കിലോ മോശമായിരുന്നു. അവിടെ ചെന്നിരുന്ന ആൾ പറഞ്ഞു, കഷ്ടം, എൻ്റെ ഒരു കർമ്മപ്രാരാബ്ധം കൊണ്ടല്ല ഇങ്ങോട്ട് വരാൻ തോന്നിയേ, ആ ഭഗവാന്റെ ആ ഹരികഥ കേൾക്കാനായിട്ട് പോയിച്ച് എത്ര നന്നായിരുന്നു, ഇത് കണ്ടിട്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായി, അവിടെയാണെങ്കിൽ ഇപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ടാവും എന്നെല്ലാം പറഞ്ഞ് ആ ഭഗവാന്റെ ലീലകളിലൂടെ അവിടെ ഇരിക്കുന്ന ആൾ നാടകവും കണ്ടില്ല, അവിടെ ഇരിക്കുന്ന ആൾ ഹരികഥയും കേട്ടില്ല. അങ്ങനെ ഉണ്ടായി. പക്ഷെ ഫലം എന്ന് വന്നപ്പോൾ ചെയ്ത കർമ്മഫലം വന്നപ്പോൾ
ഭാഗവതത്തിന് വന്നിരുന്ന ആൾ നാടകം കണ്ട ഫലമാണ് അനുഭവിച്ചത്. നാടകം കണ്ട ആൾ അത് അപ്പം നമ്മളുടെ മനസ്സ് ശരീരം കൊണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് വെച്ചിട്ട് കാര്യമില്ല. ശരീരം കൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതിന് പോകാൻ പറ്റില്ല, അങ്ങനെയും കാര്യമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു മനോഭാവം വരരുതെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഇരിക്കണേ അവിടെ പൂർണ്ണമായിട്ട് മനസ്സ് സമർപ്പിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതിനാണ് നമ്മളിവിടെ പൂവ് എന്നും സമർപ്പിക്കണത്. ആ മനസ്സാകുന്ന ആ പുഷ്പങ്ങൾ ആകുന്ന മനസ്സാണ് അവിടെ. പുഷ്പങ്ങൾ കയ്യിൽ നമുക്ക് മനസ്സിനെ എടുത്ത് ഇവിടെ കൊണ്ടൊന്ന് വയ്ക്കാൻ പറ്റില്ലവോ. ബാക്കിയുള്ളൊരു സാധനം ഒരു കുട്ടിയാണ്, അതാണെന്ന് വെച്ചാൽ അത് ഓടിപ്പോയാൽ പിന്നെയും പിന്നെ എടുത്തു കൊണ്ടുവരാൻ അതിന് എങ്ങനെയെങ്കിലും ചെയ്യാം. പക്ഷെ മനസ്സിനെ പറ്റില്ല. ഏത് നിലയ്ക്ക് അത് പോവുക എന്ന് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം നമ്മുടെ മനസ്സ് എവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എത്ര നേരം ഇത് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞോണം തന്നെ ഒരു പക്ഷി ചലച്ചാൽ മതി, നമ്മുടെ മനസ്സ് പോയി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞ് അങ്ങനെ മനസ്സങ്ങട് എങ്ങടെങ്കിലും ഒന്നിങ്ങനെ ഡൈവേർട്ടായാൽ പിന്നെ അത് പൊക്കോളും. പിന്നെ അതിങ്ങനെ തിരിച്ചു വരാനാ പാട്. അതുപോലെയാണ് നമ്മളുടെ മനസ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സിനെ നമുക്ക് എടുത്തിട്ട് ഈശ്വരൻ്റെ അടുത്ത് വയ്ക്കുകയെന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? കാണാൻ പറ്റുന്നതല്ലോ. അപ്പോൾ ആ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പുഷ്പങ്ങളെ ചേർത്ത് നമ്മളിത് ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഇത് എൻ്റെ മനസ്സാണ് ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിലാണിത് സമർപ്പിച്ചിരിക്കുന്നത്. വേണ്ടതുപോലെ ഈ ഒരു സത്സംഗത്തിനെ എനിക്ക് അനുഭവമാക്കി തരണേ, ഈശ്വരാനുഭവം ഉണ്ടാക്കി തരണേ, എൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ തീർക്കണേ. ഈ മനസ്സിനെ പലതിലേക്കും പായുന്ന മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അവിടുത്തെ ആ കഥകളിലും നാമത്തിലൊക്കെ രുചി ഉണ്ടാക്കി തരണേ. അതിനേക്കാൾ അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആ പുഷ്പം അവിടെ സമർപ്പിക്കേണ്ടത്. അതാണ് അതിൻ്റെയൊക്കെ ആ പുഷ്പം സമർപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് നമ്മളെല്ലാം ചെയ്യണത്. അതെ, നെയ്യ് എന്താ? സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ഉള്ളിൽ ഉള്ള ഈശ്വര പ്രേമത്തിൻ്റെ പ്രതീകമാണ്. അത് നെയ്യ്, ആ പ്രേമത്തിനെ സ്വീകരിക്കണേന്ന് പറഞ്ഞിട്ടാണ് നെയ്യ് അവിടെ ആ നെയ്വിളക്ക് അവിടെ കത്തിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രകാശം ഭഗവാനിലേക്ക്, ഭഗവാന് ആ പ്രകാശമാണ്. ഭഗവാനെ സ്വീകരിച്ചിട്ട് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ പരമപ്രേമമായിട്ട് തെളിയണു. അതിന് വേണ്ടിയിട്ടാണ് നെയ്വിളക്കൊക്കെ എല്ലാം പ്രതീകാത്മകമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ആ കർമ്മപ്രാരാബ്ധങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് വേണം ചെയ്യണം ഓരോ കർമ്മങ്ങളും. എന്ത് കർമ്മം തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ അടിച്ചു വാരി തുടയ്ക്കണ കർമ്മം ആവട്ടെ, ഇവിടുത്തെ ആ ഭഗവാന്റെ പാത്രങ്ങളൊക്കെ കഴുകി വെടുപ്പാക്കണ കർമ്മം ആയിക്കോട്ടെ, ഇവിടെ എന്ത് പരിചര്യ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെയ്യണത് ഈശ്വര പൂജയാണ് എന്നുള്ള ഭാവത്തിൽ ചെയ്യണം. സേവയാണ്. ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഇങ്ങനെ സേവ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമുക്ക് ആ ഒരു ഓരോ ദിവസവും അത് പ്രാർത്ഥിച്ചിട്ട് വേണം. അങ്ങനെയുള്ള ഭാവത്തോടു കൂടിയിട്ട് ഇരിക്കണം. അപ്പോഴേ ഈ സത്സംഗമൊക്കെ നമുക്ക് അനുഭവമായിട്ട് തീരുള്ളൂ. നമ്മൾ എപ്പോഴും ഇനിയും ആവട്ടെ, അവിടെ സപ്താഹമൊക്കെ വരാൻ പോണു, അതൊക്കെ ആകുമ്പോൾ ഇപ്പോഴേ തന്നെ മനസ്സിൽ തയ്യാറെടുക്കുക. ഭഗവാനെ, ആ സപ്താഹം പൂർണ്ണമായിട്ട് കേൾക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണം. ഞാൻ അങ്ങക്ക് ഭഗവാന് സേവ ചെയ്യുന്നത് പോലെ ഞാനിതാ ചെയ്യും. ഒരു സ്ഥലത്ത് നമ്മൾ ജോലിക്ക് പോയാൽ ഇടയ്ക്കിടയ്ക്ക് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ന് വരാം നാളെ വരില്ല എന്ന് പറഞ്ഞ് പോയാൽ അയാൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിടൂല്ലേ, ഒരു ജോലിക്ക് പോയാൽ. അപ്പോൾ ആ ജോലി കൃത്യമായിട്ട് ചെയ്യണം നമുക്ക്. അപ്പം അങ്ങനെ 7 ദിവസം ഈശ്വരന് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ വെച്ചാൽ ഇടയിൽ വെച്ചിട്ട് ഒരു ദിവസം വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ആ സേവ ചെയ്യുന്ന ഭാവത്തോട് കൂടിയിട്ട് നമുക്ക് അത്രയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും, നമുക്ക് വല്ല രോഗങ്ങളായിട്ട് വരിക, ദുരിതങ്ങളായിട്ട് വരിക, എന്തെങ്കിലും പുലവാലായ്മകൾ വരിക, അതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതല്ലാത്തത് എല്ലാത്തിനെയും മാറ്റി നിർത്തി നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അത് വേണം എന്നുള്ള ഒരു ഇച്ഛ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടോ, നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം നമ്മൾ കൊടുക്കണുണ്ടോ, അപ്പോൾ നമുക്ക് പല തടസ്സങ്ങളുണ്ടായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ടിരിക്കും. അതൊക്കെ നമ്മൾ എപ്പോഴും ഈ സത്സംഗങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈശ്വരന് സേവ ചെയ്യുകയാണ്. നമ്മളിത് കേൾക്കണത് പോലും ഈശ്വര സേവയായിട്ട്. കാരണം ഭഗവാൻ പറയണതിനെ, ഭഗവാന്റെ വാക്കുകളെ ശ്രവിക്കാനാണ് വന്നിരിക്കണേ.
ആ വാക്കുകളെ വേണ്ടതുപോലെ സ്വീകരിച്ചിട്ട് ഈശ്വര സേവ പോലെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ജീവിതത്തിൽ, ഈ ലൗകികമായ ജീവിതത്തിൽ നിന്നുള്ള ആ പ്രാരാബ്ധങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ജനന മരണങ്ങളിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തിയിട്ട് ഇങ്ങനെ വീണ് ജനിക്കുക മരിക്കുക അങ്ങനെ തന്നെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ എത്ര ജന്മങ്ങളെടുത്താലും പിന്നെയും നമ്മുടെ അവസ്ഥ ഇതാവും. അപ്പോൾ അതുകൊണ്ട് വേണ്ടതുപോലെ ഇതിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് രാമരാവണ യുദ്ധം വരെയുള്ള ഭാഗങ്ങളാണ്. പേജ് പറഞ്ഞോളൂ. 439. അപ്പോൾ ആ ഒരു
മണ്ഡോദരിയുടെ വാക്കുകൾ, മണ്ഡോദരി മനോഹരമായിട്ട് ശ്രീരാമനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ. ശ്രീരാമൻ സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ്. ശ്രീരാമചന്ദ്ര പ്രഭു മത്സ്യാവതാരം നടത്തിയിട്ട് വൈവസ്വത മനുവിനെ രക്ഷിച്ചതും പണ്ട് 1,00,000 യോജന വലിപ്പമുള്ള ആമയായിട്ട് ആ പാൽക്കടൽ കടയണ സമയത്ത് ആ മന്ധരപർവ്വതം താന്നു പോയപ്പോൾ ആ പർവ്വതത്തെ മുതുകിൽ ധരിച്ചുകൊണ്ട് ആ പർവ്വതത്തെ ഉദ്ധരിച്ചതും പിന്നെ ആ ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് കേവലം ഒരു പന്നിയുടെ രൂപം ധരിച്ചിട്ട് ഉദ്ധരിച്ചതും ആ ഭഗവാൻ തന്നെയാണ്. അതുപോലെ ആ ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ നരസിംഹ രൂപത്തിൽ വന്നതും ആ മഹാബലിയുടെ മുമ്പിൽ 3 അടി മണ്ണ് യാചിച്ചിട്ട് ആ മഹാബലിയുടെ അഹങ്കാരം തീർത്തതും എല്ലാം ആരാണ്? ഈ ശ്രീരാമചന്ദ്രപ്രഭു തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഭാർഗവരാമനായിട്ട് വന്നിട്ട് ഈ ക്ഷത്രിയ വംശത്തെ 21 വട്ടം ആ ക്ഷത്രിയ വംശത്തെ മുഴുവനും ആസുരിക ഭാവത്തിലുള്ള ക്ഷത്രിയന്മാരെ മുഴുവനും വധിച്ചുകൊണ്ട് ആ ഭൂമിയെ സംരക്ഷിച്ചതും ശ്രീരാമസ്വാമി തന്നെയാണ്. ഇപ്പോൾ ആ സൂര്യവംശത്തിലെ ദശരഥൻ്റെ പുത്രനായിട്ട് ജനിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങയെ അങ്ങയുടെ അതായത് രാവണൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാണ്ട് എല്ലാവരും ആ രാവണൻ്റെ ആ ഉപദ്രവത്തിന് മുങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങയെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശ്രീരാമചന്ദ്ര പ്രഭു ഇവിടെ അവതരിച്ചിരിക്കുന്നത്. എന്നാൽ വധിക്കാനാണ് അവതരിച്ചിരിക്കണമെന്ന് വെച്ചാൽ എന്തായാലും വധം നടക്കും, ഉറപ്പാണല്ലോ. എന്നാണെങ്കിൽ അങ്ങനെയല്ല, ഭഗവാന് കാരുണ്യം ഉണ്ട്. ഭഗവാനോട് ചെന്നിട്ട് ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് സമസ്ത അപരാധം പറഞ്ഞിട്ട് ആ ഭഗവാന്റെ പാദത്തിനെ ആശ്രയിക്കുകയാണെങ്കിൽ അതുവരെ ചെയ്തു തീർന്ന എല്ലാ പാപങ്ങളെയും പുറത്തുകൊണ്ട് ആ ഭഗവാൻ അനുഗ്രഹിക്കും. അതിനുശേഷം ആ സീതയെ കൊണ്ടുകൊടുത്തിട്ട് അതിനുശേഷം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ശേഷമുള്ള കാലം നമുക്ക് കാട്ടിൽ പോയിട്ട് ആ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രാരാബ്ധത്തെ എല്ലാം ഇല്ലാണ്ടാക്കി ഈ ജനന മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പോകാം. അതുകൊണ്ട് കാട്ടിൽ പോയി തപസ്സിരിക്കാം എന്നൊക്കെ നല്ല പോലെ ആ മണ്ഡോദരി പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ കേട്ടിട്ട് രാവണന് യാതൊരു വിധത്തിലെ മാറ്റമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഞാനിതാ ശ്രീരാമനോട് പോരാടിയിട്ട് ജയിക്കും, അതല്ലെങ്കിൽ ശ്രീരാമനോട് എതിരിട്ടിട്ട് ഞാൻ മരിക്കും, രണ്ടാലൊന്നും സംഭവിക്കുള്ളൂ, അല്ലാണ്ടൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതാ ആ യുദ്ധത്തിന് ഒരുങ്ങുന്ന ഭാഗം മുതലാണ് പാരായണം ചെയ്യേണ്ടത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ രാവണ യുദ്ധം എന്ന് പറയുമ്പോൾ രാവണൻ എന്നുള്ളൊരാൾ രാക്ഷസൻ, അത് രാമനോട് യുദ്ധം ചെയ്യണമെന്നുള്ളതിനപ്പുറം നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ അഹങ്കാരം കൊണ്ടും മറ്റുള്ള പല വിധത്തിലുള്ള ആ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണം. അഹങ്കാരം, ആഗ്രഹം, കാമം അല്ലെ, കാമത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ സീതയെ ആഗ്രഹിച്ചു. അപ്പം നമുക്കും അതെ, അമിതമായിട്ടുള്ള ഭോഗ ആസക്തി, ഈ ലോകത്തിലുള്ള ലൗകിക സുഖങ്ങളെ മുഴുവനും അനുഭവിക്കണം എന്നുള്ള അത്യമിതമായിട്ടുള്ള ആസക്തി, ആ ആസക്തി അതിന് നമുക്ക് ഭംഗം വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് നിരാശയും കോപമൊക്കെ വരും അല്ലേ. അങ്ങനെ ഷഡ്വൈരികളാകുന്ന നമ്മുടെ ആ ഭാവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർത്തുണരും. അപ്പോൾ ആ സമയത്ത് അഹംഭാവം ഉള്ളത് കൊണ്ട് ആ വൈരങ്ങൾക്ക് ശക്തി കൂടുക, ആ ഷഡ്ഭാവങ്ങൾക്ക് ശക്തി പവർ കൂടുക എന്നല്ലാണ്ട് കുറയില്ല. അപ്പോൾ ആരെ എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല, എത്ര ആരുടെ ഉപദേശം ഉണ്ടായാലും മനസ്സിലാവില്ല. അപ്പോൾ ഈശ്വരൻ ഈ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ തന്നെ നന്മയ്ക്കെതിരെ നമുക്ക് നല്ലത് ആര് പറഞ്ഞാലില്ല, നന്മയ്ക്കെതിരെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ആ നന്മയും തിന്മയും തമ്മിലുള്ള ആ ഒരു സംഘട്ടനം തന്നെയാണ്. കാരണം ഈ രാവണൻ എപ്പോഴും പറയണ്ടേ, രാവണൻ ചെയ്തത് ശരിയല്ല എന്ന് രാവണനറിയാം, ആ സീതയെ കേട്ടത് ശരിയല്ല എന്നൊക്കെ അറിയാം. പക്ഷേ ദുരഭിമാനം അല്ലേ, പറഞ്ഞു കൊടുക്കുക, എങ്ങനെ തോൽക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ തോൽക്കാൻ പറ്റില്ല. അതുപോലെ പല കാര്യങ്ങളും നമ്മളും ചെയ്തിട്ടുണ്ടാവും.
നമുക്കറിയാം നമ്മൾ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ അതിനങ്ങോട്ട് വിട്ടുകൊടുക്കാനും തോൽക്കാനും വയ്യ. അപ്പോൾ നമ്മളത് തോൽക്കാണ്ടിരിക്കാൻ നമ്മളെന്ത് ചെയ്യും? ആ നന്മയ്ക്കെതിരെ നമ്മൾ പോരാടുക ചെയ്യണത്. ഇത് തന്നെയാണ് ഈ രാമരാവണ യുദ്ധം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് കേവലം രണ്ട് പേര് തമ്മിലുള്ള യുദ്ധമല്ല, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ സംഘട്ടനങ്ങളാണ്. അതിൽ ആ നന്മയെ ആ ഈശ്വരഭാവത്തിനെ രാമൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരഭാവം. നമ്മളിതാ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതും ഈ ഒരു സംഘട്ടനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അല്ലേ. കാരണം ഈശ്വരനെ ആശ്രയിക്കാണ്ട് നമുക്കിത് പറ്റില്ല. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന നമ്മുടെ ആ ശത്രുക്കളെ വധിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? രാമനെ സാധിക്കുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ പോരാട്ടം തന്നെയാണ് ഈ രാമരാവണ യുദ്ധം എന്നൊക്കെ പറയണത്. അപ്പോൾ അത് യുദ്ധം എന്ന് പറയുമ്പോൾ അതാണ് യുദ്ധത്തിൻ്റെ ഒരു കാര്യത്തിൽ. യുദ്ധത്തിലല്ലാണ്ട് പ്രത്യേകിച്ച് കഥ പറയാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ യുദ്ധത്തിൻ്റെ ഭാഗത്ത് കേട്ടോ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സാങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതാ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒരുമിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരാവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു. നിശാചരാസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമാമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുതുന്നു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവിവലിയോടു രഘുത്തമൻ. അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയാവതില്ലേതുമേ. വാസരാരാത്രി നിശാചര വാനരാമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളീ നിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകങ്ങൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരവണ്ണം. രാമജാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവാമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണരും പുനാരർക്കതനയനും മാരുതാപുത്രനും മറ്റുള്ള വാനരാവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തിതേ ഇക്കണക്കെ യുദ്ധമാശു തീർത്തിയിടുവാൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനും അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ജരാധിപ സോദരീ രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം.
ശൂർപ്പണഖയ്ക്കു കുറ്റാമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശാകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹരമാത്രേണ ഖരാദിയെ യുധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരാനിധിയിൽ ചിറാകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവോ. സിദ്ധമല്ലാകിൽ വിഭീഷണൻ ചൊല്ലിനൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യാവതന്മേലിൽ നന്നായി വരുമവൻ. നീജാനിവൻ കുലാമൊക്കെ മുടിപ്പതിൻ ആചരിച്ചാനിദൂതൻ മരണത്തിനും. നല്ലാസുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മത്യാജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമഞ്ഞിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രാജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും ഭാരം ഗുരുജനദ്വേഷവുമുണ്ടിവാന ആരെയുമില്ല കൃപയുമൊരിക്കലും. ഇമ്മഹാഭാവിഭാ ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇഥം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്ഥനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനോ അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരാഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായ അനാദരിച്ച ഉന്നതനായ നിശാചര നായകൻ ഗോപുരാവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയെ വാനരാവീരരും. രാക്ഷസാരോടെതിർത്തിയ അതു കണ്ടേറ്റം ഓക്കോടടുത്തു നിശാചരാവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമാം വണ്ണം പുരുതാരതു നേരം വാഹനമായിന വാരണാവീരരെ സാഹസം കൈക്കൊണ്ടു വാനരാരാജനും. കൊന്നതു കണ്ടു വിരൂപാവിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കബീരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനും അതാ വെട്ടിനൻ വാനരാ നായക വക്ഷസി പുഷ്ടകോപത്തോടെ മർക്കടാരാജനും. നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റെന്നു കാലാപുരം പുക്കുമേവിനാൻ. തേരിലേറി കൊണ്ടെടുത്തൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും. മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്തൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും. പോർമതത്തോടു മടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീട്ടിനാനൊഴിയിൽ. രാമനും ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരാമസ്ത്രമെയ്താനതു വന്നളവ ആതുരന്മാരായി യഥാശു കവികളും. വാരണാസൂകര കുക്കുടാകോഷ്ടക സാരമേയോരക സൈരിഭവായസ വാനരാ നൃസിംഹ രുരുവൃക്ക കങ്ക ഗൃധാനനായി ഗൃധാർത്ഥനായി വരൂമസുരാസ്ത്രമാത്മകം. മുഗ്ധരാ പട്ടസാ ശക്തി പരധ്വജ ഖഡ്ഗശൂല പ്രാസാദ
ശൂലപ്രാസ ബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടള ആഗ്നേയമസ്ത്രമേതൻ മുനി മനൂവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള വാസുരാമസ്ത്രവും പോയി മറഞ്ഞു ബലാത്. അപ്പോൾ മയം കൊടുത്താശു ദിവ്യാസമാം ഉൽപേതരായുധം കാണായിതന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതീനയും ശാന്തമാക്കിയിടിനൻ മാനവീരനും സൗരാശ്രമൈതന്റെ ശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്തമൈതതും ഖണ്ഡിച്ച നേരം ഖണ്ഡാലവൈരിയും ചണ്ടാകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താൻ അതു കണ്ടുടൽ കീറി മുറിഞ്ഞു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണേഴു ശരങ്ങളാലു കോടു തക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനൻ 5 ശരാമേതു സൗതനെയും കൊന്നു ചഞ്ചലായിനം മുറിച്ചിതു ശാപവും അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 ഇതു കൊണ്ടു മുറിച്ചിതു വീണതു 3 നുറുങ്ങി മഹീതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയം കൊടുത്തോരുവേൽ കൈകൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്താവണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നിയത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കൽ നന്നു നിന്നെ പുനാരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലുമെന്നൊരു ശക്തനാകിൽ ഭവൻ ഖണ്ഡിക്ക വേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനൻ ചെന്നു ധരിച്ചിതു മാറത്തു ശക്തിയും വസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതഞ്ഞുടൻ വിസ്തൃതനായി തത്ര വീണു കുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പരിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരഞ്ഞൂര് കൂകുലാനായകൻ തൃക്കൈകൾ കൊണ്ടു വലിച്ചു ഭരിച്ചുടാനുൾ കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളുവിൻ വിഷാദിക്കരുതേതും ദുഃഖാസമയമിപ്പോൾ ഇല്ലുഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നു മത്കര കൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരനിധിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടിവൻ കേവലാമിപ്പോൾ അഭിമുഖനായതു രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താന്തീകളും സപ്തജാലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരീചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊൽവാനൊരായുധാപാണി എന്നാകിൽ നിസംശയം ദേവാസുരോരകാചാരണാതാപസായവരും കണ്ടറിയണം മമാബലം ഇഥാമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനൻ തത്സമം ബാണം നിശാദരാധീശനു ഉത്സാഹം ഉൾക്കൊണ്ടു തൂകിത്തുടങ്ങിനൻ രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യമേഘങ്ങൾ വാരി ചൊരിയുന്നതുപോലെ ബാണാഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരം വീണു കിടക്കുന്നതോ തുള്ളിൽ അധീമുഴുത്തൂര് കൂകുലാനായകൻ താരേയ താതനോടേവാമരുൾ ചെയ്തു ധീരതായില്ല യുദ്ധത്തിനേതും മമ ഭൂതലെ വാഴ്കയിൽ
നല്ലാതെനിക്കിനി ഭ്രാതാവു തന്നോട് കൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ രമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു മരുതു മനസ്സിനും വിഭ്രമാമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ ഏവാമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനൻ ദേഹത്തിനേതും നിറൻ പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം ഭക്തനേത്രങ്ങൾക്കുമേതും വികാരമില്ല തളിർന്നിപ്പോഴുണരും അവരജൻ എന്നുണർത്തിച്ചാൽ അനിലാത്മജനോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നേ കണക്കെ വിശല്യകരണിയാക്കുന്നു മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളാവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധാശൈലം കബീവരൻ മുന്നിരുന്ന വണ്ണം തന്നെയാക്കിനാൻ മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടു രാജേതു കുമാരനും ഒന്നു തിരു മനസ്സിങ്കലുണ്ടാകണം സത്യം തപോധനന്മാരോടു ചെയ്തതും മിഥ്യമായി വന്നുകൂടാ എന്നു നിർണയം ത്രൈലോക്യ ഖണ്ഡകനാം ഇവനെ കൊന്നു പാലിച്ചു കൊൽക ജഗത്രയം വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോടെതിർത്താനതിദ്രുതം തെരുവുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിന്നു രാഘവനോടെതിർത്തിയിടിനാൻ പാരിൽ നിന്നക്ഷിക്ഷാഹു വംശാതിലകനും തേരിൽ നിന്നാശരാവംശാതിലകനും പൗരാതി ഘോരമായി ചെയ്തോരു നേരത്തു പാരാമിളപ്പം രഘുത്തമനുണ്ടെന്നും നാരദാനാദികൾ ചെന്നതു കേൾക്കയായി പാലം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമാത്യന്തനം കൊണ്ടേ കൊടക്ക നീ വൈകാതെ ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ മാതലിതാനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നീലിഴഞ്ഞു ചൊല്ലിയിടിനാൻ രാവണനോടു സമരത്തിൽ നിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരതിലാശു കരേറുക പോരിനായി മാരുതാ തുല്യവേഗേന നടത്തുവാൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമ്മാറു കരേറിനൻ തന്നോട് തുല്യനായി രാഘവാനെ കണ്ടു വിണ്ണിലമ്മാറന്നു നോക്കി ദശാനൻ പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനൻ രാമനും ഗന്ധർവമെയ്ത് അസ്ത്രമെയ്തിയിടിനാൻ രാക്ഷസാമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസാരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡാമസ്ത്രമെയ്തു രഘുനാഥനും മാതിലിമേലും ദശാനന ബാണങ്ങളെ എയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരാമേറ്റു രാജിയും ഘോരമായി വന്നു രഘുവരൻ കൈകാൽ തളർന്നു തട്ടി നിൽക്കും വിധം കൈകസി നന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടിനാൻ രോഗരൂമേറ്റം വിഷാദം കലർന്നിതു കാലാപുരത്തിന്നയപ്പേനിനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ടു തടാപൊറുതഞ്ഞുടൻ വൃത്രാരീതന്നുടെ തേരിയിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും പത്തൂന്നുറങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാർത്ഥനായി പൊരിയിലൊഴിച്ചു നിന്നിടിനാനന്നേരം ആലസ്യമൊട്ടകന്ന ഒരു നേരം തത്ര പൗലസ്യനും സൂതനോടു ചൊല്ലിയിടിനാൻ എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാനത്ര ദുർബലനാകയോ കൂടലാരോടെതിർത്താൻ ഞാൻ ഒരുത്തനോടോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ നീയല്ല സൂതാൻ എനിക്ക് നീ രാമനു നീയതീ ബാന്ധവാനെന്നറിഞ്ഞേനഹം
ഇത്തം നിശാചരാധീശ്വരൻ ചെന്നത് പറഞ്ഞതിൻ ഉത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹം അകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്ന് അലസ്യമെല്ലാം കളഞ്ഞിനി. അടുക്കണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ നവസാധവും വൈരികൾക്കുള്ള ജയാജയാകാലവും പോരിൽ നിന്നോന്നതാദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞതാ രാവണൻ ഒന്നു പുടർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരെടുത്താശു കൂട്ടിയിടുക. പിന്നോക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നൊടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവാനോടുള്ള പോരെന്നറിയുക നീ. സൂതനും തേരതി വേഗേന കൂട്ടിനൻ ക്രോധം മുഴുത്തം അടുത്തിതു രാമനും. തങ്ങളിലേറ്റ മണഞ്ഞു പൊരുതള വങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. ജാനകീ ജീവനസ്മരണം. അഗസ്ത്യസ്തുതി കഴിയണ വരെ നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാം. അതിനുശേഷം അങ്ങനെ പോർ കണ്ടു നിൽക്കുന്ന നേരമങ്ങിനെ എന്നറിഞ്ഞിൽ അഗസ്ത്യൻ സദാ രാഘവൻ തേരിയിലിറങ്ങി നിന്നിടിനാൻ. ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു രഘുകുലാനാഥൻ. ആനന്ദമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്കു വന്നിതു ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നു പോം, ആപത്തോ മറ്റുള്ളവയും അകന്നു പോം. ശത്രുനാശം വരും, രോഗാവിനാശനം, വർദ്ധിക്കുമായസ്സും സത്കീർത്തിവർദ്ധനം. നിത്യം ആദിത്യഹൃദയമാം മന്ത്രമിന്നുത്തമാമെത്രയും ഭക്തിയാ ജപിക്കടോ. ദേവാസുരോരകാചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷരക്ഷോ ഭൂത കിംപുരുഷ അപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജാരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷാവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണാവക്തനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും അസൂര സമൂഹവും വാരമാസർത്തു സംവത്സര കൽപ്പാതി കാരകനായ സംവത്സര കൽപ്പാതികാരകനായതും സൂര്യാനിവൻ തന്നെ. വേദാന്തവേദ്യനം ദേവാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പുഷ്പാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ദുഷ്ടാദിനാകരൻ ഭാസ്കരൻ നിത്യാനഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകക്ഷണൻ ഭസ്വൻ വിവസ്വൻ അപസ്വൻ ഭഗവസ്തിമൻ ശാശ്വതൻ ശംഭൂ ശരണ്യൻ ചരണതൻ ലോകാശിശീരാരി ഘോരാതിമീരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ
സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണാഗിരീണൻ മിഹീരൻ വിരോചനൻ പ്രത്യോദനൻ വരൻ ഗദ്യോദൻ ഉദ്യോദൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വാവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്തനാം ഗതിപ്രദൻ ചണ്ഡാകിരണൻ ധരണീനാമണി പുണ്ടരീകപ്രബോധ പ്രധാനരമ്യ ദ്വാദശാത്മാ പരമാത്മാ പരാപരൻ ആതിഥേയൻ ജഗദാതിഭൂതൻ ശിവൻ കേദാവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദ്ദേവനെ സന്തതം ഭക്തിയാ നമസ്കരിച്ചിരുക. ജാനകീ ജീവനസ്മരണം. യുദ്ധഭാഗങ്ങളാണ് നമ്മളിവിടെ പാരായണം ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് ആ യുദ്ധഭാഗത്തിൽ ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. അങ്ങനെ യുദ്ധം വല്ലാണ്ട് പെരുത്തട്ടെ. എല്ലാവരും മരിക്കണ കാണുമ്പോൾ രാക്ഷസികളായിട്ടുള്ള ആ സ്ത്രീകളൊക്കെ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയണു, ഈ ആപത്തൊക്കെ ഉണ്ടാവാൻ കാരണം ആരാണ്? ശൂർപ്പണേഖ കാരണമാണ് എന്ന് പറയണു. അപ്പോൾ പറയണു ശൂർപ്പണേഖയൊന്നുമല്ല. ശൂർപ്പണേഖ പറയണ കേട്ടിട്ട് കേൾക്കാൻ നിന്നത് ആരാ? രാജാവല്ലേ. ആ രാജ്യത്തെ രക്ഷിക്കേണ്ട രാജാവ് തന്നെ ഇങ്ങനെ ഭോഗാസക്തനായിട്ട് ഇരുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ രാവണൻ ആ സീതയെ ആഗ്രഹിച്ചിട്ടാണ് ഈ കുലം മുഴുവനും മുടിച്ചു എന്ന് പറയണു. അപ്പോൾ അങ്ങനെ ആ ഓരോന്നും ആലോചിച്ചാൽ തന്നെ അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു ഉത്തരമൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഈശ്വരനെ ആശ്രയിക്കുക, ഈശ്വരനെ ധിക്കരിച്ച് നടക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് സർവാത്മന ഈശ്വരനെയാണ് ആശ്രയിക്കേണ്ടതെന്ന്. അതാണ് ഇവിടെ പറയണത്. അങ്ങനെ ഓരോ ആ അരയാമം കൊണ്ട് ഖരനെ യുദ്ധത്തിൽ ജയിച്ചു, ബാലിയെ വധിച്ചത്, സുഗ്രീവനെ രാജാവാക്കി, അങ്ങനെയുള്ള ആ ചിറകെട്ടി വന്നു. ഇതൊക്കെ കണ്ടാൽ തന്നെ ആ ഹനുമാൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ. പിന്നെ ഹനുമാൻ എന്ന് പറയണത് ഭക്തൻ്റെ ഭക്തോത്തമനാണ് ഹനുമാൻ അല്ലെ. ആ ഭക്തൻ്റെ പ്രതീകമാണ്. ഈശ്വരഭക്തന്മാർക്ക് ആ ഭഗവാന്റെ നാമം ജപിച്ചാൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും, ഏതൊരു ഘട്ടത്തിനെയും വിജയിക്കാൻ കഴിയും, ഏതൊരു നമ്മളോട് ചേർന്ന അഗ്നിയിൽ പോലെ നശിച്ചു പോകുമെന്ന് പറഞ്ഞ ഭക്തൻ അപ്പോൾ അവിടെ എന്താ ചെയ്തത്? ലങ്ക ചുട്ടുപൊടിച്ചു എന്ന് പറയണ്ടേ അല്ലേ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ആസുരിക ഭാവത്തെ അഗ്നി ആ തപസ്സിൻ്റെ ആ അഗ്നി കൊണ്ട് ഇല്ലാണ്ടാക്കാൻ കഴിയും എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടാക്കിയിട്ടും പിന്നെയും ആ ലങ്കാരാജ്യം മുളച്ചു വന്നു എന്ന് പറയണ്ടേ അല്ലേ. നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെ വാസനയുടെ മുഴുവനും ആ വാസന തീർന്നിട്ടില്ലെങ്കിൽ വീണ്ടും ആഗ്രഹങ്ങളൊക്കെ പൊട്ടി മുളയ്ക്കും എന്നുള്ളതാണ് അത് കാണിക്കണേ. അങ്ങനെയാണെങ്കിലും സർവാത്മന ഭഗവാനെ ആശ്രയിച്ചാൽ അവനെ ജയൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു കഥാരൂപത്തിൽ പറയണത്. അപ്പോൾ ആ വിഭീഷണൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരഭാവം നല്ല ഭാവമാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ ആ ഒരു ഭാവത്തെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ സാത്വിക ഭാവത്തെ ഉണർത്തുക, ആസുരിക ഭാവത്തെ ഇല്ലാണ്ടാക്കുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ നന്മയെ, നമ്മുടെ ഉള്ളിലുള്ള നന്മയെ ഉണർത്തുകയും തിന്മയെ ഇല്ലാണ്ടാക്കുകയും ചെയ്യണമെങ്കിൽ സർവാത്മന എന്ത് വേണം? രാമനെ തന്നെ ആശ്രയിക്കുക വെച്ചാൽ ആ ഈശ്വരൻ്റെ പാദങ്ങളെ ആശ്രയിക്കുക, ഈശ്വരനാമത്തെ ആശ്രയിക്കുക.
അങ്ങനെ ആ പൂർവ്വകർമ്മവാസനകളെയൊക്കെ നശിപ്പിച്ച് നമുക്ക്, അതാണ് യുദ്ധത്തിൽ പറയണ ഓരോന്നും അങ്ങനെയാണ്. അങ്ങനെ പരസ്പരം ആ യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളോട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ നന്മ തിന്മകളെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യുക, ഞാൻ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെട്ടിട്ട് ആ തെറ്റിന് പരിഹാരമാവാൻ ചെയ്യല്ല ചെയ്യുക. എന്നാൽ ശരി, ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു വീണ്ടും എന്ത് ചെയ്യണു, രാവണനോട് യുദ്ധം ചെയ്യാൻ പോകണു. ഇതൊക്കെ നമ്മളോട് നമ്മുടെ തെറ്റുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനെ കേൾക്കാനൊന്നുമായിട്ട് നമ്മളിരിക്കാണ്ട് വീണ്ടും എന്ത് ചെയ്യണു, വീണ്ടും ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മളുടെ ആ ആസുരിക ഭാവത്തിനെ തന്നെയാണ് നമ്മൾ ഉണർത്തേണ്ടത്. അപ്പോൾ അത് നമ്മുടെ നാശത്തിനാണ് കാര്യം ആവണത് എന്ന് പറയണം. അങ്ങനെ പല വിധത്തിൽ യുദ്ധം ചെയ്തിട്ട് ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ രാമൻ്റെ അടുത്ത് അഗസ്ത്യൻ വന്നിട്ട് പറയണു, അതായത് ആദിത്യ ഹൃദയ മന്ത്രത്തെ നമ്മൾക്ക് ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ മാത്രമാണുള്ളത്. അപ്പോൾ ആ സൂര്യോപാസനയാണ് പണ്ടുള്ളവരുണ്ടായത്. അപ്പോൾ ആ സൂര്യോപാസനയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുണ്ടായതാണ് ആദിത്യ ഹൃദയ മന്ത്രം. അപ്പോൾ അതിൻ്റെ ഇത് പറയാൻ അതായത് ആ താപത്രയങ്ങൾ, ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നുള്ള ആ താപത്രയങ്ങളുണ്ടല്ലോ, എല്ലാ ദുഃഖങ്ങളെയും ആപത്തുകളെയും ഇല്ലാണ്ടാക്കുക, ശത്രുക്കൾ നശിക്കാനൊക്കെ ഈ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുക. അതായത് ആദിത്യ ഹൃദയമന്ത്രം ജപിച്ച് നിഷ്ഠ വരുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈശ്വരഭാവം കൂടുതൽ തെളിയും. അപ്പോൾ നമുക്ക് കൂടുതൽ നാമം ജപിക്കാനും ഈശ്വര കഥകൾ കേൾക്കാനും അങ്ങനെ നമ്മുടെ അമിതമായിട്ടുള്ള ലൗകിക സുഖത്തോടുള്ള ഭോഗാസക്തി ഇല്ലാണ്ടാക്കാനൊക്കെ സാധിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആദിത്യ ഹൃദയമന്ത്രം ദേവന്മാരും അസുരന്മാർ, നാഗന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയിട്ട് എല്ലാവരും ഇത് ഉപാസിക്കുന്നതാണ് ഈ ആദിത്യ ഹൃദയമന്ത്രം. അതുപോലെ സ്വന്തം രശ്മികൾ കൊണ്ട് എല്ലാ ലോകങ്ങളെയും രക്ഷിക്കുന്നതും പ്രണയകാലത്തെല്ലാം ഭക്ഷിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവിധത്തിലുള്ള ഈശ്വരഭാവങ്ങൾ, ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ ഷൺമുഖൻ തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം. അതുപോലെ തന്നെ ദിവസം, ആഴ്ച, മാസം, ഋതു, സംവത്സരം, കൽപ്പം തുടങ്ങിയതൊക്കെ ഇതിൻ്റെയൊക്കെ ആ കാരകഗ്രഹങ്ങൾ എന്നിവയ്ക്കെല്ലാം അവരൊക്കെ ആ സൂര്യൻ്റെ പ്രഭാവത്തിൽ അവരൊക്കെ സൂര്യനെ ഉപേക്ഷിച്ച് ഇതൊക്കെ സൂര്യൻ്റെ കഴിവിലാണുള്ളത്, സൂര്യനിലാണുള്ളത്. അതിൻ്റെ ശക്തിയൊക്കെ ആ സൂര്യനിലാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആദിത്യ ഭഗവാനെ ഭക്തിപൂർവം ആരാണോ നിത്യവും ഈ ഒരു ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് അവരുടെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകും എന്ന് പറയുന്നു. നിത്യോപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നു. ഇത് രാമൻ ഉപദേശിച്ചതല്ല, നമ്മളോട് ഉപദേശിക്കുകയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ ആ പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവാനായിട്ട് നമുക്ക് ആരും ഒരു മന്ത്രോപദേശം ഒന്നും തന്നില്ല, ഒരു ഗുരുനാഥനെയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയണവരുണ്ടാവും. അപ്പോൾ ഇവിടെ ആ രാമൻ തന്നെ ആ രാമായണത്തിലൂടെ ഇവിടെ തന്നെ അഗസ്ത്യൻ തന്നെ വന്നിട്ട് നമുക്ക് ഗുരുരൂപേണ വന്നിട്ട് ഉപദേശം തരുന്നു. അപ്പോൾ ആ അഗസ്ത്യനെ ഗുരുവായിട്ട് നമസ്കരിച്ചുകൊണ്ട് ആരാണോ നിത്യവും ഈ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം തരണം ചെയ്തിട്ട് കൂടുതൽ ആ ശക്തിയോട് കൂടിയിട്ട് ഈ ജീവിതത്തിൻ്റെ ആ സംസാര ദുഃഖത്തിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയണു. ആ ആദിത്യ ഹൃദയ മന്ത്രം പാരായണം ചെയ്ത് നമുക്ക് ഇന്ന് ഇവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗങ്ങളെന്നെ കുറച്ചേ ഉള്ളൂ ഇനി വായിക്കാൻ, അതുകൊണ്ട് കുറേശ്ശെ വായിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞത് ആ വധം കഴിഞ്ഞ് ആ സീതാ സ്വീകരണം വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. പിന്നെ അടുത്ത ദിവസം വായിക്കാം. കുറച്ച് ഭാഗങ്ങളെ കൊണ്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ആ സീതാ സ്വീകരണം, പിന്നെ അയോധ്യയിലേക്കുള്ള യാത്രയാണ് അടുത്ത ദിവസം. ആ ഹനുമാൻ്റെ സംവാദം, അയോധ്യ പ്രവേശം വരെയുള്ള ഭാഗങ്ങൾ അതിനടുത്ത ദിവസം. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം വായിക്കാം വെള്ളിയാഴ്ചയായിട്ട്.
പട്ടാഭിഷേകം വായിച്ച് സമർപ്പിക്കാം. ശനിയാഴ്ചയായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വായിച്ച് സമർപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇന്ന് ഇവിടെ ആദിത്യ ഹൃദയ മന്ത്രം വായിച്ച് സമർപ്പിക്കാം. എല്ലാവരും നിത്യവും ഉപാസിക്കേണ്ട മന്ത്രമാണത്. എല്ലാവർക്കും ആ നിത്യോപാസനയ്ക്ക് വേണ്ടിയിട്ട്, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണ്, എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഇതിന് ഈ ഏറ്റവും നല്ലത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ. അപ്പോൾ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട്, കുളിക്കണമെന്ന് പോലും ഇല്ല, കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഉദയസൂര്യനെ നോക്കിയിട്ട് ജപിക്കാനാണ് ഏറ്റവും നല്ലത്. ഇത് എത്ര ഈ മന്ത്രം ജപിക്കണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് അതിൻ്റെ പവർ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് വേണം. അപ്പോൾ ചിലവർ 3 ചിലവർ 5, 8, 16, 32 അങ്ങനെ ജപിക്കും. അപ്പം നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എങ്ങനെയാണോ പറ്റണേ അതുപോലെ ജപിക്കാം. ആദ്യം ഈ പറയണം 3 ജപിക്കുക. അങ്ങനെ അത് ജപിച്ച് കഴിയുമ്പോൾ നമുക്കത് കാണാണ്ട് ഹൃദയസ്ഥയാവും. അപ്പോൾ പിന്നെ നമുക്ക് എത്ര ജപിക്കാനും ബുദ്ധിമുട്ടില്ല. ആദിത്യ ഹൃദയമന്ത്രം. സന്താപനാശാകരായ നമോ നമഃ, അന്ധകാരന്ധകാരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായ തേ നമഃ, നിഹാരനാശാകരായ നമോ നമഃ, മോഹവിനാശാകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരാജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ, സന്താപനാശാകരായ നമോ നമഃ, അന്ധകാരന്ധകാരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായ തേ നമഃ, നിഹാരനാശാകരായ നമോ നമഃ, മോഹവിനാശാകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരാജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ, സന്താപനാശാകരായ നമോ നമഃ, അന്ധകാരന്ധകാരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായ തേ നമഃ, നിഹാരനാശാകരായ നമോ നമഃ, മോഹവിനാശാകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരാജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. അത് കുറച്ചും കൂടി ഉണ്ടല്ലേ. ഇത്ഥാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം, ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേണ്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും കൂപ്പിനാൻ, പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോ ബാന്ധേ മരുവിനാൻ. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം,
സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഇതുവരെ പാരായണം ചെയ്ത ഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലും തെറ്റുകൾ പാരായണം ചെയ്തതിൽ വരെ ചിന്തകളോ മനസ്സോ വേറെ വഴിക്ക് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കർമ്മച്യുതി വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതെല്ലാം അവിടുത്തെ പാദത്തിൽ, ഈ ചെയ്ത എല്ലാ കർമ്മവും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ആ പരമമായ പ്രേമഭക്തി ഉണ്ടാക്കി തരണേ. ആ ഈശ്വരനിലേക്ക് മനസ്സ് ഉറപ്പിച്ചു വെക്കണേ. ആ ഈശ്വരപാതയിലേക്ക് ദൃഢമായിട്ടുള്ള കാൽവയ്പോടുകൂടിയിട്ട് നടക്കാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവാനും എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറിയിട്ട് എല്ലാവർക്കും മനഃശാന്തിയും സമാധാനവും ഒക്കെ വരാനൊക്കെ വേണ്ടിയിട്ട് ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവരെയും നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കട്ടെ. ആരുടെയും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ആരുടെയും മനസ്സിനെ മുറിവേൽപ്പിക്കാനായിട്ട് ഇടവരാതിരിക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കണം. ഇതൊക്കെ നിത്യവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും നമ്മളിതൊക്കെ മറന്നു പോവുകയാണ്. അത്രയേ ഉള്ളൂ. കാരണം അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു മായ അത്രയും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മായയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ പല വിധത്തിലുള്ള ഉപായങ്ങൾ പറഞ്ഞു തരണൂടെ ഭഗവാൻ. രാമമന്ത്രം മാത്രം ജപിച്ചിട്ട് നിങ്ങൾക്ക് തോന്നണില്ലേ? വേണ്ട, രാമമന്ത്രം മാത്രം ജപിക്കേണ്ട. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിച്ചോളൂ. അല്ല, ഇനിയിപ്പോൾ അതൊരു മന്ത്രമായിട്ട് തോന്നണില്ലേ? എന്നത് ആദിത്യ ഹൃദയ മന്ത്രം. അങ്ങനെ ഓരോന്നും തരികയാണ്. നമുക്ക് ഏതാണോ നമുക്ക് ഹൃദയത്തിനോട് കൂടുതൽ അടുത്ത്, ഏത് ജപിക്കുമ്പോഴാണോ നമുക്ക് ഏതൊരു ഘട്ടത്തിലും മനസ്സ് വല്ലാണ്ട് വിഭ്രാന്തിപ്പെടുന്ന സമയത്ത് ഏതൊരു ഘട്ടത്തിലും ഏതൊരു നാമമാണോ നമുക്ക് ജപിക്കാൻ സാധിക്കുന്നത്, അപ്പോൾ അത് എപ്പോഴാണോ ആശ്വാസം കണ്ടെത്തണത് ആ നാമം ആണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ആ നാമമാണ് ഉപാസിക്കേണ്ടത്. പിന്നെ അതേതു നാമമാണെന്ന് നമുക്ക് തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ കലികാലത്ത് ഉപാസിക്കേണ്ട ഏറ്റവും വലിയ നാമം എന്ന് പറയുന്നത് കലിസന്ധരണ ഉപനിഷത്തായ ഹരേരാമ മന്ത്രമാണ്. 16 മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഹരേരാമ മന്ത്രമാണ്. അപ്പോൾ അത് ഒക്കെ ഉപാസിക്കാനും ആ ഈശ്വരനോട് കൂടി ചേർന്ന് നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതി രൂപേ ഷണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം ശാന്തിസദ്ഗീതകീർത്തിം.
ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ് ജയ് ശ്രീരാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.